പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വർണ്ണവില ഇതാ വീണ്ടും കൂടിയിരിക്കുകയാണ്. ഒരു പവൻ സ്വർണത്തിന് ഇപ്പോൾ വില 1,04,240 രൂപയായി. 1,240 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. 1 ഗ്രാം സ്വർണ്ണവില 155 രൂപയും കൂടി, അതായത് 13,000 പിന്നിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, പറയും. കഴിഞ്ഞ ഡിസംബർ 27-നാണ് സ്വർണം സർവകാല റെക്കോർഡായ 1,04,440 രൂപ വില രേഖപ്പെടുത്തിയത്. അതിനുശേഷം സ്വർണ്ണവില ക്രമാനുഗതമായി കുറഞ്ഞു വരികയായിരുന്നു. പിന്നീട് 2 ദിവസം മുൻപ് മുതൽ വീണ്ടും വിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ഇന്ന് പവന് 1,240 രൂപ വർദ്ധിച്ച് 1,04,240 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഗ്രാമിന് 155 രൂപ വർദ്ധിച്ച് 13,030 രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. പ്രധാനമായും രാജ്യാന്തര സ്വർണ്ണവിലയുടെ ചുവട് പിടിച്ചാണ് രാജ്യത്തും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തുന്നത്. ആഭ്യന്തര വിപണിയിലെ വില നിശ്ചയിക്കുന്നതും രാജ്യാന്തര വിപണിയിലെ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ പ്രധാനമായും അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള പല ഘടകങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന സംഘർഷങ്ങളും ഇതുമായി ബന്ധപ്പെട്ട US-ന്റെ ആക്രമണ സാധ്യതയും ഇതെല്ലാം സ്വർണത്തിലെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടാൻ കാരണമാകും. ഒപ്പം തന്നെ ഫെഡറൽ റിസർവ് നിരക്ക് US ഫെഡറൽ റിസർവ് നിരക്ക് ഇനിയും കുറയ്ക്കുമെന്ന ഒരു അഭ്യൂഹമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളാണ് പലപ്പോഴും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. രാജ്യാന്തര വിപണിയിലെ വിലയായതുകൊണ്ട് തന്നെ മറ്റ് വിലയുടെ ചുവട് പിടിച്ചായതുകൊണ്ട് തന്നെ രാജ്യത്തും സ്വർണ്ണവിലയിൽ ഇത്തരത്തിൽ വർധനവുണ്ടാകും. ഇങ്ങനെ എപ്പോഴൊക്കെ അനിശ്ചിതത്വങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എപ്പോഴൊക്കെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ നിക്ഷേപകർ കൂടുതലായി സ്വർണത്തിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണത്തിലോട്ട് കൂടുതൽ നിക്ഷേപകർ വീണ്ടും സ്വർണ്ണവില കുറയുന്ന സമയത്ത് ഇവർ പിന്തിരിയുകയും പിന്നീട് വില കൂടുമ്പോൾ ഇവർ അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നതുമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ വ്യതിയാനം കേരളത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാരണം വില കുറഞ്ഞു നിൽക്കുമ്പോൾ സ്വർണം പ്രീ ബുക്കിങ്ങും മറ്റുമെടുത്ത് സ്വർണം വാങ്ങുന്നവർ വീണ്ടും വില വർദ്ധിക്കുമ്പോഴും വ്യാപാരികൾക്ക് അതേ വിലയിൽ തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഉപഭോക്താക്കൾക്കാണെങ്കിൽ വില എപ്പോൾ കൂടും എപ്പോൾ കുറയുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ അവരെയും ഇത് വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ വിവാഹ സീസൺ തുടരുന്നതിനാലും മറ്റു ഉത്സവവും ആഘോഷങ്ങളും ഒക്കെ ഉള്ളതിനാലും ഈ സ്വർണ്ണവില ഇങ്ങനെ വർദ്ധിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇങ്ങനെ രാജ്യാന്തര തലത്തിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരത്തിലേക്ക് തന്നെ പോകുമെന്നാണ് ഇപ്പോൾ വ്യാപാരികൾ കണക്കുകൂട്ടുന്നത്. അതായത് സർവകാല റെക്കോർഡായ 1,04,440 രൂപയും കടന്ന സ്വർണ്ണവില മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ എന്തായാലും സ്വർണ്ണവില മുന്നോട്ട് തന്നെയാണ് കുതിച്ചു ഉയരുകയാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ബീന റാണിയാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്.